ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 5-ാം വാക്യം. നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. വിവാഹമോചനത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ഈശോ ഫരിസേയർക്ക് കൊടുത്ത മറുപടിയാണ്, ഉപേക്ഷിക്കാൻ നിയമം അനുവദിച്ചിട്ടില്ല, പക്ഷേ നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ട് ഒരു ഉപേക്ഷാപത്രം നൽകി ഉപേക്ഷിക്കാമെന്ന് മോശ പറഞ്ഞതിനെക്കുറിച്ച് ഈശോ പറയുന്നു. ദൈവത്തിൻ്റെ ശരികളും ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ തീരുമാനങ്ങളും മാറ്റി സ്വന്തം ഇഷ്ടവും സ്വന്തം ശരികളും സ്വന്തം തീരുമാനങ്ങളിലേക്കും പോകുന്നതാണ് ഹൃദയകാഠിന്യമെന്ന് ഈശോ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈശോ പറയുന്നു, പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല. ദൈവം യോജിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. പിന്നീട് ഒരിക്കലും എന്ന് പറയുന്നതിലൂടെ മറ്റൊരു കാരണത്തിൻ്റെ പേരിലും, നമ്മൾ പറയുന്ന ഏത് വ്യാഖ്യാനങ്ങളുടെ പേരിലും ഒരു വിവാഹിതരായ വ്യക്തികളെ പിരിക്കാൻ പറ്റില്ല എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. പലപ്പോഴും ഈശോ ഇവിടെ വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഹൃദയകാഠിന്യത്തെക്കുറിച്ചാണ്. നമ്മുടെ ശരികളും നമ്മുടെ ചിന്തകളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ തീരുമാനങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് കാണാൻ പറ്റാതെ പോകുന്നു. വിവാഹ ബന്ധങ്ങളിൽ മാത്രമല്ല, എല്ലായിടങ്ങളിലും ദൈവത്തിൻ്റെ മനസ്സ് കാണാനും ദൈവത്തിൻ്റെ തീരുമാനം അനുസരിക്കാനും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് മുമ്പോട്ട് പോകാനും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതാവസ്ഥകളിൽ സാധിക്കട്ടെ. ആമേൻ.